ആന്റി, അങ്കിൾ, കുട്ടികളെ, കമോൺ കമോൺ, വേഗം വരും. അല്ല, ഇതെന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇരിക്കൂ അങ്കിൾ, ഇരിക്കൂ ആന്റി. കുട്ടികളെ, ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അഞ്ജലിക്കുട്ടി, മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രസങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ ഇത്രയും ഹാപ്പി ആയിരിക്കുന്നല്ലോ? നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ നിങ്ങൾ കാരണം ആന്റി മഹേന്ദ്രന്റെ കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചില്ലേ? അപ്പോ നിങ്ങളുടെ കണ്ണിൽ ഞാൻ പെടണമല്ലോ. ഞാൻ ഈ വീടിന്റെ മരുമകളായാൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണം. കുട്ടികളെല്ലാം മഹേശ്വരി ബെസ്റ്റ് ആണെന്നും ആ മിസ്സമ്മ വെറും വേസ്റ്റ് ആണെന്നും പറയണ്ടേ? അതിനു വേണ്ടിയാ. എന്താണെന്ന് പറയേ. ഒന്നുമില്ല ആന്റി, ഞാൻ പൊതുവെ പറഞ്ഞതാ. അതിരിക്കട്ടെ, മഹേന്ദ്രനെ വിളിച്ചായിരുന്നോ? ഇല്ല ആന്റി, ഞാൻ മഹേന്ദ്രനെ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങൾക്ക് ഇരിക്കങ്കിൾ, വരൂ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം ആന്റി. ആഹാ, ഇവരെ രണ്ടുപേരെയും കാണാൻ നല്ല ജോഡികളാ. എന്റെ അമ്മേ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് മാഡം അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ജീവനോട് വെച്ചേക്കില്ല. നീയും കൂടി ഇരിക്കുമോളെ. വേണ്ട മാഡം, ഇരിക്കേ. ആരെയാ നോക്കുന്ന മഹേന്ദ്ര? രാഘവനെ അച്ഛാ. രാഘവ സാർ, പറഞ്ഞോളൂ സാർ. ഭക്ഷണം കഴിച്ചില്ലല്ലോ? ഇല്ല സാർ. എന്നാ പിന്നെ ഇരിക്കേ. സാർ കഴിക്കണം സാർ, പിന്നീട് ഞാൻ കഴിക്കാം. എന്തിനാ രാഘവ താമസിപ്പിക്കുന്നേ? വന്നിരിക്കേ. എന്തിനാ അങ്കിളെ വെറുതെ ഫോഴ്സ് ചെയ്യുന്നേ? പിന്നെ കഴിച്ചോളാം അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ. പിന്നീട് ലീലയുടെ കൂടെ ഇരുന്ന് കഴിച്ചോളും. മഹേശ്വരി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. രാഘവൻ ഈ വീട്ടിലെ ജോലിക്കാരനൊന്നുമല്ല, ഈ കുടുംബത്തിലൊരു അംഗമാണ്. ആരു രാഘവനെ എപ്പോഴും സ്വന്തം ചേട്ടനെ പോലെയാ കണ്ടിട്ടുള്ളത്. കുട്ടികൾക്കും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. രാഘവൻ ഈ വീടിനും ഈ വീട്ടിലുള്ളവർക്കും ഒരു അന്യനല്ലെന്ന് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മഹേന്ദ്ര, ഇദ്ദേഹത്തെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. രാഘവ, വന്നിരിക്കേ. സാരമില്ല സാർ. വാടോ, വന്നിരിക്കേ. ഇരിക്ക് രാഘവ. നീയും ഇരിക്കും മഹേശ്വരി. എല്ലാരും ഇരുന്നു കഴിഞ്ഞാ പിന്നെ ആരാ വിളമ്പിത്തരാം മഹേന്ദ്ര? കുഴപ്പമില്ല, ഞാൻ വിളമ്പിത്തരാം. മാഡം ഇരിക്കേ, ഞാൻ വിളമ്പിക്കോളാം. നിന്നോട് ഞാൻ പറഞ്ഞ ജോലി പോയി ചെയ്യില്ല. പപ്പടം കാച്ചാൻ പറഞ്ഞിരുന്നില്ലേ? അതുണ്ടാക്കിക്കൊണ്ടുവാ. ചെല്ല്. ശരി മാഡം. മഹേശ്വരി, കാരണമില്ലാതെ സന്തോഷിക്കില്ലല്ലോ. എന്താ കാരണമെന്നൊന്ന് പറയേ. ഒന്നുമില്ല ആന്റി, പൂജാരി പറഞ്ഞ പോലെ ആഗ്രഹിച്ചതൊക്കെ നടന്നു. എല്ലാം കൃത്യസമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ നടത്താനും പറ്റി. കർമ്മങ്ങളെല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം ശുഭകരമായി അവസാനിച്ചല്ലോ. അതുകൊണ്ടാ ഞാൻ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഓഹോ.
അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ജീവിത അവസാനം വരെ തുണയായിട്ട് ഒരു കുട്ടി വേണ്ടേ? കല്യാണക്കാര്യം പറയണമെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ പറഞ്ഞാലെന്താ? രണ്ടുപേരും ചേർന്ന് സംസാരിക്കാം എന്നല്ലേ പറഞ്ഞത്? ഞാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്. തീരുമാനം നിന്റെ അല്ലേ, സംസാരിക്കേണ്ടത് നീ തന്നെയാ. അതല്ലെന്നേ. ആരെങ്കിലും ഒരാൾ പറയേ. എന്ത് പറയണോന്നാ മോനെ? അത് തന്നെ, എന്നോടെന്തോ പറയാനുണ്ടെന്ന് നിങ്ങളിപ്പോ സംസാരിച്ചില്ലേ? അങ്ങനെയല്ല, ഒന്നും പറഞ്ഞില്ല. മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ ആന്റി. പറഞ്ഞില്ലെങ്കിൽ മഹേന്ദ്രൻ അത് എങ്ങനെയാ അറിയുന്നേ? ആക്ച്വലി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോട്ടെ? അതിനിടയിൽ ഇവള് കേറി. പറയ്. ഒന്നുമില്ല സർ. ഇവിടുത്തെ മാഡം മരിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും എങ്ങനെയാ കഴിയുന്നതെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വേദന പെട്ടെന്നൊന്നും മാറില്ല എന്നും അറിയാം. അതേ മോളെ, മാഡം ഇല്ലാത്ത കുറവ് നികത്താൻ കഴിയില്ലല്ലോ. അതെ, ആ വേദന ഇതുവരെ എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക. അങ്ങനെയാണോ? നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ അങ്ങനെ പറയുന്നേ? മാഡത്തിന്റെ കൂട്ടുകാരി ഇല്ലാത്ത വേദനയില് മാഡം മരിക്കാൻ വരെ തീരുമാനിച്ചതല്ലേ? എന്താ അത് സ്നേഹമല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ലീല, ഒന്നും മിണ്ടായിരുന്നേ. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാ അത് വ്യക്തമായിട്ട് പറ. ഇത്രയും നാളായിട്ട് കുട്ടികൾ ഒരുപാട് സങ്കടത്തിലാ കഴിയുന്നത്. നാളെയും കൂടി കഴിഞ്ഞ പുതിയ സ്കൂളാ. നാളെ അപ്പൊ അവർക്ക് ഫ്രീ ആയിരിക്കില്ലേ? ഫ്രീയോ? ഫ്രീ ആണെന്ന് ആര് പറഞ്ഞു? നാളെ കുട്ടികളെല്ലാം ഇവിടെ ഇരുന്ന് പഠിക്കാൻ പോവാ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കളിക്കും. നാളെ കഴിഞ്ഞാൽ വീണ്ടും അവർ അത് തന്നെയല്ലേ ചെയ്യണ്ടേ? മാത്രമല്ല, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ അവരതിന് മെഷീൻസ് ഒന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. അതുമല്ലാതെ ചെറിയ കുട്ടികളാ. ഇതേ വേദനയോടെ പുതിയ സ്കൂളിലേക്ക് പോയാ അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുക? സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് റിഫ്രഷ് ആയി കഴിഞ്ഞാൽ പുതിയ സ്കൂളില് ഒരു പുതിയ തുടക്കം കിട്ടും അവർക്ക്. അതുകൊണ്ട് നാളെ കുട്ടികളെല്ലാവരെയും കൂട്ടി പിക്നിക്കിന് പോയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സർ. സൂപ്പർ മോളെ, ഇവിടുത്തെ കുട്ടികളുടെ അമ്മയെ പോലെ സംസാരിച്ചു. മാഡവും ഇതുപോലെ കുട്ടികൾ മൂഡ് ഓഫ് ആയിരിക്കുമ്പോ അവരൊന്ന് റീഫ്രഷ് ആകാനായിട്ട് പാർക്കിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. കറക്റ്റ് മാഡം ആലോചിക്കുന്ന പോലെ ആലോചിച്ചു. അത് നല്ല കാര്യമാ. നീ എന്തു പറയുന്നു മഹേന്ദ്ര? സമ്മതിക്ക് ഡാഡി, സമ്മതിക്ക് ഡാഡി, സമ്മതിക്ക് ഡാഡി, സമ്മതിക്ക് ഡാഡി, സമ്മതിക്ക് ഡാഡി, ഡാഡി സമ്മതിക്ക് ഡാഡി, ഡാഡി സമ്മതിക്ക് ഡാഡി, സമ്മതിക്ക് ഡാഡി. കുട്ടികളെയെല്ലാം പിക്നിക്കിന് പറഞ്ഞുവിട്ട് മഹേന്ദ്രന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ആ ഒരു ഗ്യാപ്പില് മഹേന്ദ്രനുമായി ഒരുപാട് ക്ലോസ് ആവണം. മഹേന്ദ്രൻ എന്താ ഇത്രയ്ക്ക് സീരിയസ് ആയിരിക്കുന്നേ? ഇവളുടെ ഐഡിയ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. നിന്റെ പ്ലാൻ നടക്കില്ല പാർവതി. പിക്നിക്കോ? ഏയ്, അതൊന്നും വേണ്ട. കുട്ടികളെ വീട്ടിലിരുന്ന് കളിച്ചോളും.
അത് തന്നെയല്ലേ മഹേന്ദ്രനും പറയാൻ വന്നത്. സർ, സർ പറഞ്ഞതുപോലെ നാളത്തെ യാത്രയ്ക്കെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് സർ. രാവിലെ 8 മണിക്ക് നമ്മൾ ഇറങ്ങും സർ. രാത്രി 7 അല്ലെങ്കിൽ 7:30 തിരിച്ചു എത്തും സർ. ഓക്കെ, താങ്ക് യു. സർ, എന്താ മഹേന്ദ്ര ഇത്? ഞാൻ നേരത്തെ അയാളോട് നമ്മൾ നാളെ പിക്നിക്കിന് പോവുകയാണെന്നും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കാനും പറഞ്ഞു. സാർ, നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. ഇവർക്കിടയിൽ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാനും മഹേന്ദ്രനും ഒന്നിക്കാന്ന് വിചാരിക്കുമ്പോ ഇവരാണല്ലോ ഒന്നിക്കുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും ഒരേപോലെയാ ചിന്തിക്കുന്നത്. ഈ മാഡം എന്ത് പാപം ചെയ്തോ എന്തോ, ഒരു പ്ലാനും വർക്കൗട്ട് ആവുന്നില്ല. സാറും ആ പെണ്ണും തമ്മില് എന്തോ ഒരു മനപ്പൊരുത്തം ഉള്ളതുപോലെ. എന്താ പറ്റിയത്? ഈ മകളിത് എന്ത് കണ്ടിട്ടാണാവോ ഇങ്ങനെ ഓടി വിളിക്കുന്നത്? ഇതിനാണോ ഇങ്ങനെയൊക്കെ ഓടി നടന്ന് അഭിനയിച്ചത്? മകൾ നല്ല അഭിനേത്രിയാ. അല്ല അല്ല, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല അഭിനേത്രിയാ. ഞാൻ ഇത്രയും പെർഫോം ചെയ്തിട്ടും കാണാതെ പോയതെന്താ? മിസ്സമ്മ, മിസ്സമ്മ. ഓ, ചേച്ചിയായിരുന്നോ? ചേച്ചി എന്താ ഇവിടെ? പൂജയ്ക്ക് പൂ വേണമായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ, അത് പറിക്കാൻ വന്നതാ. കണ്ടില്ലേ? ഇപ്പൊ കണ്ടതുപോലെ എന്തൊരു അഭിനയം. കറക്റ്റ് ടൈമിലാ ചേച്ചി വന്നേ. അതിനെവിടെ പോയി തിരികെ വരാനായിട്ട്? എന്താ പറഞ്ഞേ? അത് പിന്നെ മകൾ അയൽക്കാരിയാണെങ്കിലും അധിക സമയവും ഇവിടെയാണ് ചിലവഴിക്കുന്നതെന്ന് നാം പറയുകയായിരുന്നു. അയാള് പറയുന്നതൊന്നും കേൾക്കണ്ട മിസ്സമ്മ, നീ പറഞ്ഞു. നാളെ എന്താ ചേച്ചിയുടെ പ്രോഗ്രാം? വേറെ എന്തായിരിക്കും? അവരുടെ വീടിന്റെ വാതിൽ ചെറുതാണ്, നമ്മുടെ വീടിന്റെ വാതിൽ വലുതാണ്. അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു. അതിനിടയിൽ നമ്മെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും തല ഒരേ സമയം മൂങ്ങയെ പോലെ തിരിയുന്നുണ്ടല്ലോ. അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല. കുറച്ച് ജോലിയുണ്ട്, അത് ചെയ്യണം. പറയാൻ നിന്ന ലിസ്റ്റ് ഒരുപാടുണ്ട്. അല്ല, എന്താ ചോദിച്ചേ? നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തു പോവുക. ചേച്ചി ഞങ്ങളുടെ കൂടെ ഉറപ്പായും വരണം. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാന്ന് പറയുമ്പോ മകളെ ആർക്കും കാണാൻ കഴിയില്ലെന്നും ഇവൾക്ക് മാത്രമേ മകളെ കാണാൻ കഴിയൂ എന്നുള്ള കാര്യവും ഈ കുട്ടിക്ക് മനസ്സിലാവൂല്ലോ. മകള് കുടുങ്ങിയല്ലോ. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടില്ലേ? അതിനിടയ്ക്ക് സംസാരിക്കുന്നത് എന്തിനാ? എവിടെയെങ്കിലും അത് പൊക്കൂടെ ഗുപ്ത? ഗുപ്താന്ന് എന്തിനാ അയാള് വിളിച്ചേ? അത് പിന്നെ അയാളുടെ പേര് ഗുപ്ത. നമ്മളിവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ അയാൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കാൻ വഴക്ക് പറഞ്ഞതാ. എനിക്ക് തന്നെ അയാളുടെ പേരറിയില്ല. ചേച്ചിക്ക് എങ്ങനെയാ അറിയാ?
തൊട്ടു മുന്നേ അന്നേരം അയാളോട് സംസാരിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയതാ. ഓ ഓക്കെ ഓക്കെ. അല്ല, നല്ല പരിചയമുള്ളവരെ പോലെ സംസാരിച്ചപ്പോ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി. അതെന്തെന്നാ, അയാളെ കണ്ടാലേ എനിക്കെന്റെ മരിച്ചുപോയ മുത്തച്ഛനെ പോലെ തോന്നും. വീണ്ടും എന്നെ മുത്തശ്ശൻ എന്ന് പറയണോ മകളെ? ഓ, ഇടയ്ക്കിടയ്ക്ക് ചേച്ചി സംസാരിക്കുന്ന ആളല്ലേ? അദ്ദേഹമാണോ? ആ അതേതെയാ. ഇപ്പൊ ഞാൻ സംസാരിക്കാറില്ല. അതെന്താ? എന്തു പറ്റി? അതെന്തെന്നാ, അത് അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞോ? ശരി മിസ്സമ്മ, അതൊക്കെ അവിടെ നിക്കട്ടെ. പുറത്തു പോകുന്നു പറഞ്ഞില്ലേ, എങ്ങോട്ടാ പോന്നെ? അതെ, കുട്ടികളെയും കൂട്ടി പിക്നിക്കിന് പോവാന്നാ കരുതിയെ. പക്ഷെ അപ്പോഴേക്കും അയ്യോ, പിക്നിക്കോ? അദ്ദേഹത്തോടൊത്ത് പറയാതെ വഴക്ക് പറയും. ഡസ്റ്റ് അലർജി, പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ 100 കാരണം പറയും. മാത്രമല്ല, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നീ ആരാണെന്ന് ചോദിക്കും. വേണ്ട, അദ്ദേഹത്തോട് ഇതൊന്നും ചോദിക്കണ്ട. ചോദിച്ചാൽ ഉടൻ തന്നെ ഈ വീട്ടിൽ നിന്ന് ഒരു സെക്കൻഡ് ഒന്ന് നിർത്തിക്കേ. ചേച്ചി എങ്ങനെയാ സാറിന്റെ വൈഫിനെ പോലെ സാറിനെ പറ്റി അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ? അത് പിന്നെ അദ്ദേഹം അത് തന്നെ. അദ്ദേഹം നോക്കി ഇത്ര അടുപ്പത്തോടെ പറയേണ്ട ആവശ്യം എന്താ? കാരണം അദ്ദേഹത്തിന്റെ പങ്ക്ച്വാലിറ്റി, അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതെല്ലാം അങ്ങ് ബോർഡിൽ നിൽക്കുന്നവർക്ക് വരെ അറിയാം. അപ്പൊ അടുത്ത വീട്ടിലെ എനിക്ക് പിന്നെ അറിയാതിരിക്കോ ഇതൊക്കെ? ആ ബഹുമാനം കൊണ്ടാ ഞാൻ അദ്ദേഹം വിളിക്കുന്നത്. സാറ് അതൊക്കെ കൊണ്ട് അദ്ദേഹം സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അയ്യോ, സമ്മതിച്ചു. സാറ് ഓക്കെ പറഞ്ഞു. ഹാപ്പി ആനിവേഴ്സറി മമ്മി ആൻഡ് ഡാഡി. ഷട്ട് അപ്പ്. ടൈം എത്രയായി? 12:10 ഡാഡി. നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങേണ്ടത്? 10 മണിക്കാ ഡാഡി. രാവിലെ എത്ര മണിക്കാണ് എഴുന്നേക്കേണ്ടത്? 6 മണിക്ക്. അപ്പോ ഇപ്പൊ 2 മണിക്കൂർ ഉറക്കം നഷ്ടമായില്ലേ? നിങ്ങളോടാ ചോദിച്ചത് ടൈം എത്രയാന്ന്? സ്വപ്നത്തിൽ പോലും നാം കരുതിയില്ല ആ സൈനികൻ ഇതിനൊക്കെ സമ്മതിക്കുന്നു. അതുകൊണ്ടാ ചേച്ചിയും കൂടെ വരണമെന്ന് പറഞ്ഞു. ചേച്ചി, നിന്റെ വാക്ക് കേട്ട് മകൾ ഞെട്ടി. അത് പിന്നെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും പോകുമ്പോ അയൽ വീട്ടിലെ പെണ്ണ് എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നേന്ന് ആലോചിക്കായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മകളെ? അവളുടെ മുഖലക്ഷണം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അവള് പറയാൻ വരുന്ന കാര്യം അത് തന്നെയാണെന്ന്. ഓ ചേച്ചി, ഇന്ന് ഇവിടെയുള്ള എല്ലാരെയും ചേച്ചിനെ എനിക്ക് പരിചയപ്പെടുത്തണം. വാ. നിന്നെ പരിചയപ്പെട്ടത് തന്നെ എനിക്കിപ്പോ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇനി കുടുംബം മുഴുവൻ പരിചയപ്പെടുത്തിയാലേ എന്റെ കഥ അതോടെ കഴിയും. എന്താ മനസ്സിലായില്ല? ഇവിടെ എനിക്ക് തന്നെ ഇപ്പൊ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയാണ് കുട്ടി. ശരി ശരി, അത് വിട് ചേച്ചി. കൂടുതലൊന്നും ആലോചിക്കണ്ട. നാളെ ഞങ്ങളുടെ കൂടെ വരണം. എനിക്കാണെങ്കിൽ നാളത്തേക്കുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ബൈ. അദ്ദേഹം പിക്നിക്കിന് സമ്മതിച്ചു. മൂന്നാറിലുള്ളപ്പോ തന്നെ ഏട്ടാ വഴക്ക് പറഞ്ഞു കരുതി ഞങ്ങൾ അറിയാതെ പോയിട്ടുണ്ട്. ഇതിലൊക്കെ എന്താണുള്ളത് മകളെ? ഇനി അങ്ങോട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നീ സാക്ഷിയാകേണ്ടി വരും മകളെ. നാളത്തെ നിന്റെ അവസ്ഥ എന്താകുമെന്നോർത്ത് നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു. ചേച്ചി പറയടാ. ചേച്ചി പറഞ്ഞ കറക്റ്റാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? നിനക്ക് എന്താ കറക്റ്റ് ആയിട്ട് തോന്നിയത്? അത് തന്നെ ചേച്ചി, മിസ്സമ്മയെ പറ്റി. എനിക്കെന്തോ മിസ്സമ്മ നല്ലവരാണെന്നോ തോന്നുന്നേ.
നിനക്കും അങ്ങനെയാണോടാ തോന്നുന്നേ? ചേച്ചി, മിസ്സമ്മയുടെ അടുത്ത് എന്തോ സ്പാർക്ക് ഉണ്ട്. ഇതെന്താ ഇവർ രണ്ടൊരു ചേച്ചിയുടെ സൈഡായല്ലോ? കറക്റ്റ് അല്ലേ? അല്ലാതെ ഡാഡി ചിന്തിച്ചതുപോലെ അവര് നമ്മളെ പറ്റി അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അതെ ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് മിസ്സമ്മയോട് താങ്ക്സ് പറയണം. അതെ ചേച്ചി.